ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര സമാധാനമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ വർഗീയതയുടെ സ്പാർക്ക് ഉണ്ടാകുമ്പോ അതടയ്ക്കാൻ കഴിയാത്തവൻ ഈ വർഗീയതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ അപകടകരമായ സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുമ്പോ ഈ വർഗീയ ശക്തികളെയും ഈ അഴിമതിക്കാരായ ശക്തികളെയും ഈ നാടിൽ നിന്ന് അടിച്ചു പുറത്തു കടത്താൻ വേണ്ടി ഒരു വലിയ പോരാട്ടത്തിൽ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. അതിന്റെ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി വരുന്ന നാളുകളിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും രാഷ്ട്രീയത്തിനു വേണ്ടി നിങ്ങൾ വീടുകളിൽ ഇരുന്നാൽ പോരാ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരാ. ഈ തെരുവുകളിൽ പ്രതിഷേധിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഈ നാടിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വളരെ വൈകാരികമായി തന്നെ അവതരിപ്പിക്കപ്പെട്ട ഈ വേദിയിൽ ഇനിയൊരു പ്രസംഗം അധിക പ്രസംഗമാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷക്കാലം നീണ്ടു നിന്ന് കേരളത്തിലെ ജനതയെ എണ്ണി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് വിധേനയാണ് ഖജനാവിലേക്ക് പണം സ്വരൂപിക്കാൻ കഴിയുക എന്ന് ഗവേഷണം നടത്താൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ സംഘടനകൾ ഒരുമിച്ചിരുന്ന് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ ഒരുപാട് പ്രസംഗിക്കേണ്ടതായി വരും. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ആ ഓട്ടോറിക്ഷ തൊഴിലാളിയെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്ക് ഇന്നൊന്ന് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ ആർ ടി ഒ ഓഫീസിലേക്ക് ചെന്നാൽ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടിയിരുന്നതിന്റെ 9 മടങ്ങ് പൈസയുമായി വേണം ഇപ്പോ ചെല്ലാൻ. ഈ കത്തിച്ചാൽ കത്തുന്ന വിലയ്ക്ക് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ ഡീസൽ അടിച്ച് ഈ ഗട്ടർ പിടിച്ച റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ വൈകുന്നേരം ഒരു 500 രൂപ ബാലൻസ് വരുത്തുന്നത് എങ്ങനെയാണെന്ന് ഓട്ടോറിക്ഷക്കാരെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് അവർ പെർമിറ്റ് പുതുക്കാൻ വേണ്ടി 4500 രൂപ ഉണ്ടാക്കാൻ കഴിയുന്നത്? അവരുടെ വീട്ടിലെ മക്കൾക്ക് ഉടുപ്പ് വാങ്ങേണ്ട, ഭാര്യയ്ക്കും അമ്മയ്ക്കും മരുന്ന് വാങ്ങേണ്ട, ഭക്ഷണം വാങ്ങേണ്ട ആ പൈസ സർക്കാരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായി പെർമിറ്റ് പുതുക്കൽ ഫീസ് വർദ്ധിപ്പിച്ചു. ഒരു പാവപ്പെട്ട പല്ലാരിമംഗലത്തെ സാധാരണക്കാരായ ഒരാൾ, അവന്റെ അക്കൗണ്ടിൽ ഒരു 30,000 അല്ലെങ്കിൽ 40,000 രൂപ വന്നാൽ അവൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു വീട് പണിയണം, എന്റെ സ്വപ്നമാണ്. ആ 40,000 രൂപ കയ്യിൽ വരുമ്പോ തന്നെ സ്വപ്നത്തിന് നിറം പകരുകയാണ്. കാരണം